നല്ല കിടിലൻ ലുക്കും ടേസ്റ്റുമുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്ന ഒരു പനീർ മഞ്ചൂരിയനും ഒപ്പം കണ്ടാൽ ചപ്പാത്തിയാണോ ദോശയാണോ എന്ന് സംശയം തോന്നും വിധത്തിലുള്ള ഒരു ഗോതമ്പ് ദോശയും. കണ്ടില്ലേ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ചപ്പാത്തിയാണോ ദോശയാണോ എന്ന് ഇപ്പോഴും ഒരു സംശയമില്ലേ? ഇതൊരു ഗോതമ്പ് ദോശയാണ്. ഇത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഫ്രണ്ട്സ്, ഞാൻ ലിൻഡ വർഗീസ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പനീർ മഞ്ചൂരിയൻ തയ്യാറാക്കാനായിട്ട് 1/2 കിലോ പനീറാണ് എടുത്തിരിക്കുന്നത്. ഇതൊരൊറ്റ ഒരു പീസായിട്ടാണ് ഈ പനീർ വന്നിരിക്കുന്നത്. കട്ട് ചെയ്ത പീസുകളായിട്ട് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. ഇങ്ങനെ ഒറ്റ ഒരു പീസായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ സ്ക്വയർ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രീസറിൽ വെക്കുന്ന സാധനമാണല്ലോ പനീർ. അതുകൊണ്ട് തന്നെ നമ്മളിത് ഉപയോഗിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ എടുത്ത് വെളിയിൽ വെക്കണം. എന്നാലേ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു രൂപത്തിൽ പൊടിഞ്ഞു പോകാതെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. കട്ട് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം ഒന്ന് കഴുകണം. ഒരുപാട് സമയം വെള്ളത്തിലിട്ട് ഒലച്ച് കഴുകരുത്, പൊടിഞ്ഞു പോകും. എന്നിട്ടിത് വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കുക. ഇനി ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ടുള്ള അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് 250 ml ഒരു കപ്പിന് 3 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് ചിരകിയ തേങ്ങയും ആവശ്യമുള്ള ഉപ്പും 1 നുള്ളു സോഡാപ്പൊടിയും ചേർത്താണ് ഞാനിപ്പോൾ ഇത് ഇളക്കുന്നത്. സോഡാപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, അത് ഇല്ലാതെ വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും ചേർത്തു. ഗോതമ്പ് പൊടി എടുത്ത് അതേ കപ്പിനാണ് വെള്ളവും എടുത്തിരിക്കുന്നത്. വെള്ളവും കൂടി ചേർത്ത് ഈ കാണുന്ന പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇത് മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ സാധാരണ ദോശ ബാറ്റർ പോലെ തന്നെ. ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്തതിന് ശേഷം പൊങ്ങാനും പുളിക്കാനും ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു സൈഡിലേക്ക് വെച്ചിട്ട് ആദ്യം പനീർ മഞ്ചൂരിയൻ റെഡി ആക്കിയിട്ട് ദോശ ചുടാമെന്ന് കരുതി. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. വെള്ളം പോകാൻ മാറ്റി വെച്ചിരുന്ന പനീർ വെള്ളമെല്ലാം പോയി അതൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് തുല്യ അളവിൽ കോൺഫ്ലോറും മൈദയും ചേർക്കണം. ഞാനിപ്പോൾ 3 ടീസ്പൂൺ അത്യാവശ്യം നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ മൈദയും 3 ടീസ്പൂൺ കോൺഫ്ലോറുമാണ് ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ സോയ് സോസും ടേസ്റ്റിനാവശ്യമായ ഉപ്പും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും കൂടി ഇതിലേക്ക് ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പൊടി അതിൽ നന്നായിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് അതൊരു നല്ലൊരു കോട്ടിങ് പോലെ ഇതിലൊന്ന് പിടിച്ചു വരണം. ഈ ഒരു രൂപത്തിൽ വരണം. ഇനി ഇത് ഉടനെ തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണയിലേക്ക് ഇടുമ്പോൾ ഓരോന്നോരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇടണം, തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ. തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വേഗം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഇതേ രീതിയിൽ മുഴുവൻ പനീറും വറുത്തെടുത്തതിന് ശേഷം ഈ എണ്ണ കളയണ്ട. ഈ എണ്ണ നമുക്ക് ആവശ്യമുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഒരു തക്കാളി, ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 7-10 അല്ലി വെളുത്തുള്ളി, മീഡിയം സൈസിലുള്ള 2 സവോള, ഒരു ക്യാപ്സിക്കം. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കവും തക്കാളിയും കുരു നീക്കം ചെയ്യണം. സവോള, ക്യാപ്സിക്കം, തക്കാളി ഇത് മൂന്നും ഇതേ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കണം, ചെറിയ സ്ക്വയർ പീസുകളായിട്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി പനീർ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച അതേ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കണം. അധികം മൂത്തു പോകണ്ട, പച്ചമണമൊന്ന് മാറിയാൽ മാത്രം മതി. പിന്നീട് അതിലേക്ക് എടുത്തു വെച്ചിരുന്ന സവോളയും പച്ചമുളകും കൂടി ചേർക്കുക. അതും ഒന്ന് വാട്ടിയാൽ മാത്രം മതി. പിന്നീട് ക്യാപ്സിക്കം ചേർക്കണം. അവസാനമായിട്ട് തക്കാളി കൂടി ചേർക്കണം. ഇതെല്ലാം ചേർത്ത് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് സോസുകളാണ് ചേർക്കേണ്ടുന്നത്. ആദ്യം ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്താലും മതി. പിന്നീട് ചേർക്കുന്നത് സോയ് സോസാണ്. സോയ് സോസ് 1/2 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഗ്രീൻ ചില്ലി സോസ് 1 ടേബിൾ സ്പൂണും റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂണും ഇത്രയും സോസുകളാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടുന്നത് കുരുമുളക് പൊടിയാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഒറിഗാനോ സീസണിങ്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഏത് തരം മഞ്ചൂരിയൻ ആണെങ്കിലും തയ്യാറാക്കുമ്പോൾ ഡ്രൈ ആയിട്ടും ഗ്രേവി ഉള്ളതും നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഗ്രേവി ഉള്ളതാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകൾ ഒട്ടുമില്ലാതെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഈ കോൺഫ്ലോർ സ്ലറി ചേർക്കുന്ന സമയത്ത് തീ ഏറ്റവും കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കും. വേഗം തന്നെ ഇത് കുറുകി വരും. നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം ആവശ്യമുണ്ടോ, എത്രത്തോളം തിക്നെസ് ആണോ വേണ്ടുന്നത് അതനുസരിച്ച് അത് കുറുക്കിയെടുത്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പനീർ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് ദോശ ചുട്ടെടുക്കാം. സാധാരണ ദോശ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ഉള്ളൂ. ഇതിൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല. എന്നാലും വളരെ കട്ടി കുറച്ച് ചുട്ടെടുക്കുന്നത് കൊണ്ടും ഗോതമ്പ് മാവ് കൊണ്ട് ചെയ്യുന്നത് കൊണ്ടും ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പ്രധാനമായിട്ട് തവ അധികം ചൂടായി പോകരുത്. ഇനി അധികം ചൂടായി പോയെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് തുടച്ചെടുത്തതിന് ശേഷമേ മാവ് ഒഴിക്കാവുള്ളൂ. മാവ് ഒഴിക്കുന്നതിന് മുന്നേ
തീ ഏറ്റവും കുറച്ച് വെക്കണം. എത്രത്തോളം കട്ടി കുറച്ച് പരത്താൻ പറ്റുമോ അത്രത്തോളം കട്ടി കുറച്ച് പരത്തുക. തവ അധികം ചൂടായിരിക്കുമ്പോൾ മാവ് അതിലേക്ക് ഒഴിച്ച് പരത്തിയാൽ തവിയുടെ കൂടെ മാവ് വിട്ടു വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് കിട്ടത്തില്ല. മാവ് ഒഴിച്ചതിന് ശേഷം തീ കൂട്ടി വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് പ്രസ് ചെയ്തെടുത്താൽ ചപ്പാത്തി പോലെ നന്നായിട്ട് ഇത് പൊങ്ങി വരും. ഇതിലേക്ക് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എഴുതി അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ല് ഓളെന്നാക്കി വെച്ചാൽ പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഉറപ്പായും നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ പനീർ മഞ്ചൂരിയനും ഗോതമ്പ് ദോശയും റെഡി ആയിട്ടുണ്ട്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്.